നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ 8 മണിയോടെ ചാവക്കാട് ടൗണിൽ നിന്ന് പ്രചോദിയുടെ കാഴ്ചയോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് പള്ളി അങ്കണത്തിലെത്തും. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മൂത്തുമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പ് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ബരാമതിയിലേക്ക് പവാർ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തത്. അപകടത്തിൽപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. ലാൻഡിംഗിന് തൊട്ടു മുമ്പായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8:45 അപകടമുണ്ടായത്. താഴെ വീണ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വിമാനം അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. 6 സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായ നേതാവായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കാത്ത നേതാവായിരുന്ന പവാർ 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും ജയിച്ചു കയറി. മഹാരാഷ്ട്രയിൽ അനിഷേധ്യനായിരുന്ന അജിത് പവാറിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടലിലാണ് നേതാക്കൾ. ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് യുവാവ് മരിച്ചത്. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. എരുമപ്പെട്ടിയിൽ യുവാക്കൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്തു. അപകടത്തിന് ശേഷം നിർത്താതെ ഓടിച്ചുപോയ കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 യുവാക്കളെ പോലീസ് പിന്തുടർന്ന് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ 8 മണിയോടെ ചാവക്കാട് ടൗണിൽ നിന്ന് പ്രചോദിയുടെ കാഴ്ചയോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. തുടർന്ന് 2 ദിവസങ്ങളിലായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 19ഓളം കാഴ്ചകളെത്തും. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് പള്ളി അങ്കണത്തിലെത്തും. തുടർന്ന് പുത്തൻ കടപ്പുറം, ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ കൊടികയറ്റ കാഴ്ച പള്ളി അങ്കണത്തിലെത്തി കൊടി ഉയർത്തും. വൈകുന്നേരം നാട്ടുകാഴ്ചയും ഉണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കാഴ്ച പള്ളി അങ്കണത്തിലെത്തും. നേർച്ചയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പ് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത്. ഉദ്യോഗസ്ഥരെ ഏത് വഴിക്ക് കൊടുത്തെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടൊന്നും ഒരാൾക്കും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആര് വന്നാലും ജനങ്ങളാണ് നമുക്ക് വലുത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെയാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. 100-നടുത്ത് ടോറസ് ടിപ്പർ ലോറികളാണ് മണ്ണ് നിറച്ച് ഗ്രാമത്തിലെ ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളുടെ ഇരമ്പൽ ശബ്ദവും പൊടിപടലവും പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്നതിനാൽ ശബ്ദം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും പൊടി ശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. രാത്രിയിലും മണ്ണെടുക്കുവാനും കൊണ്ടുപോകുവാനുള്ള പെർമിറ്റും പാസും ഉണ്ടെന്നാണ് മണ്ണെടുപ്പ് നടത്തുന്നവർ പറയുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ, വാർഡ് മെമ്പർ ബദുൽ സൈമൺ, ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ്, മുൻ മെമ്പർ സൈമൺ, രതീഷ് എന്നിവർ രാത്രി 11 മണിയോടെ സ്ഥലത്തെത്തി വാഹനങ്ങൾ തടഞ്ഞു. രാത്രിയിലും മണ്ണെടുപ്പിന് സർക്കാരിന്റെ അനുമതിയുള്ളതിനാൽ തടയാൻ കഴിയില്ലെന്ന് സ്ഥലത്തെത്തിയ പോലീസ് അറിയിച്ചു.
നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് കുന്നുകൾ ഇടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പ് അനുവദിക്കാൻ കഴിയില്ലെന്നും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അറിയിച്ചു. അത് പറഞ്ഞത് മുഴുവൻ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വണ്ടികളോട് ഇവരോട് ഇപ്പോൾ നിങ്ങൾ ഇത് തീരുമാനം ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നതിൻ്റെ രീതിയിൽ പറഞ്ഞപ്പോൾ അവർ അതിൽ തയ്യാറാവാതിരുന്നപ്പോഴാണ് നമ്മൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ വിളിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥ വന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ റോഡ് പണിക്കോ ഒന്നിനും തടസ്സം എന്നുള്ളതല്ല, വലിയ രീതിയിൽ ടോറസ് അടക്കമുള്ള വണ്ടികൾ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ഒരു കാരണം ഏത് തന്നെ ആയാലും അതിന് നേതൃത്വം നൽകാനായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകും. അപ്പൊ ഈ പെർമിറ്റ് കൊടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ജീവിതത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പെർമിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. ഈ നാളെ തന്നെ കളക്ടറെ കാണുന്നുണ്ട്, പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് ഓഫീസിനടുത്ത് സരോജത്തിൽ പുരുഷോത്തമൻ, ഭാര്യ സരോജം, ഇവരുടെ സഹോദരി രമണി, പത്തനംതിട്ട അടൂർ പറക്കൂട് ചെരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹം മഠത്തിന് സമീപം ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പുരുഷോത്തനും കുടുംബവും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കേ നടയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയം എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചതുമൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്ന് കാറുകൾ തള്ളിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീരദേശ സംരക്ഷണ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തീരദേശ ഹൈവേ മീറ്റ് ജനുവരി 29 രാവിലെ 11 മണിക്ക് ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ തീരദേശ ഹൈവേ അനിവാര്യമാണ്. എന്നാൽ തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കോട് മുതൽ ചാവക്കാട് ബീച്ച് വരെ 14 കിലോമീറ്റർ റീച്ചിലെ തീരദേശ ഹൈവേയുടെ നഷ്ടപരിഹാരം നൽകലും പുനരധിവാസ റോഡ് നിർമ്മാണവും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് ആരംഭിക്കണമെന്നും ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കലിൽ സ്വീകരിച്ച പാക്കേജ് തന്നെ തീരദേശ ഹൈവേയുടെ കാര്യത്തിലും നടപ്പിലാക്കണമെന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈവേ മീറ്റ് നടത്തുന്നതെന്ന് ഭാരവാഹികളായ സെക്രട്ടറി അഷ്റഫ് അടക്കോട്ട്, RS മുഹമ്മദ്, ഷക്കീർ, താഹിറ പടിഞ്ഞാറയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിൽ സ്വീകരിച്ച അതേ പാക്കേജ് തന്നെ തീരദേശ ഹൈവേയുടെ കാര്യത്തിലും നടപ്പിലാക്കണം. കാരണം വെച്ചാൽ അവിടെ ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് അവിടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ വീട് നഷ്ടപ്പെടും, മറ്റു ഭാഗത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ മാനദണ്ഡം തന്നെ ഇവിടെ പാലിക്കണം എന്നാണ് നമ്മളൊരു ഡിമാൻഡ്. പിന്നെ ഗവൺമെന്റിൽ ചില മാറ്റങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഈ പദ്ധതി നടക്കാൻ സാധ്യതയല്ല. കലക്ടർ പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി കേസുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് നടക്കാതിരുന്നത്. ഇപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് 70ഓളം ആൾക്കാർ ഒപ്പിട്ട് നിവേദനം കൊടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാവക്കാട് പാലയൂരിൽ SDPI നേതാവിന്റെ വീട്ടിൽ NIA റെയ്ഡ്. SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം ഫാമിസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. പുന്നേർകുളം പഞ്ചായത്തിൽ VP മാമു കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക വർദ്ധിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം. വാടക വർദ്ധിപ്പിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിയമവിരുദ്ധമായി നിയമിച്ച കെയർടേക്കറെ ഒഴിവാക്കിയതിലുള്ള വിരോധമാണെന്നും UDF ആരോപിച്ചു. നിലവിൽ ഒരു ദിവസത്തിന് 15,000 രൂപയാണ് വാടക. ആഘോഷത്തിന്റെ തലേദിവസം രാത്രി കൂടി എടുക്കുകയാണെങ്കിൽ 25,000 നൽകണം. ഈ തുകയിൽ മാറ്റം വരുത്താൻ ഭരണസമിതി നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും വർധന വരുത്തിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ പറഞ്ഞു. GST കൊടുക്കപ്പെടുകയോ സമയാസമയങ്ങളിൽ കൊടുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും അത് അടക്കേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അജണ്ടയായി വന്ന വാടക വർധനവ് വേണ്ട എന്ന് തീരുമാനിക്കുകയും GST അതിൽ ഉൾപ്പെടുത്താനും തീരുമാനിക്കുകയും ചെയ്യണ്ടായി. മുൻ ഭരണസമിതിയുടെ കാലത്ത് അതിന് ക്ലീനിങ് ആയി 4,000 രൂപ വാങ്ങിയിരുന്നു. ആ 4,000 രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ അത് 2,000 കുറയ്ക്കുകയും അത് പാർട്ടിയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ വാടക തുകയ്ക്ക് 18% GST ആയി 4,500 നൽകണം. 4 ക്ലീനിംഗ് ജീവനക്കാർക്ക് 4,000 രൂപ, ജനറേറ്റർ വാടക, വൈദ്യുതി ബിൽ എന്നിവയും പുറമെ ചെലവാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി ഹാളിൽ
നിലവില് ശമ്പളം 20,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 20,000ത്തിന്റെ കൂട്ടത്തിൽ GST 4,500 അതോടൊപ്പം തന്നെ 4,000 രൂപ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപയോളം ജനറേറ്റർ വാടകയും വരുന്നു. അതോടൊപ്പം കറണ്ട് ചാർജ് വേറെയും വരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് എന്താണ് കിട്ടിയിരുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ടിന് ലാഭം കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അത് കെയർ ടേക്കർക്ക് 20,000 രൂപയും ശമ്പളം നൽകിയിരുന്നു. GST പഞ്ചായത്ത് അടയ്ക്കാത്തതിനെ തുടർന്ന് ഓഡിറ്റ് പരാമർശം വന്ന സാഹചര്യത്തിലാണ് GST തുക അധികം ഈടാക്കാൻ നിർദ്ദേശം വന്നത്. എന്നാൽ തുക വർദ്ധിപ്പിക്കേണ്ടെന്നായിരുന്നു യോഗത്തിൽ തീരുമാനം. 4 ക്ലീനിംഗ് ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണിയില്ലാത്തതിനാൽ 2 പേരെയാക്കി ചുരുക്കാനും ഇവർക്ക് 2,000 രൂപ നൽകാനുമാണ് ധാരണയായതെന്നും പ്രസിഡന്റ് പറഞ്ഞു. LDF ഭരണസമിതി നിയമവിരുദ്ധമായി നിയമിച്ച ഓഡിറ്റോറിയം കെയർടേക്കറെ ഒഴിവാക്കുന്നതിന്റെ വിരോധമാണ് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾക്ക് കാരണമെന്ന് UDF ആരോപിച്ചു. ഇന്റർവ്യൂ പോലും നടത്താതെയാണ് ഇയാളെ നിയമിച്ചത്. ഇത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും UDF കമ്മിറ്റി പറഞ്ഞു. ആരോഗ്യമുള്ള ജനതയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാട്ടുകാമ്പാൽ പഞ്ചായത്തും പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി നടത്തിയ കുടിവെള്ള പരിശോധനാ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. പഴഞ്ഞി സ്കൂൾ PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി അധ്യക്ഷത വഹിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ 26 അംഗൻവാടികളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന വെള്ളം ഉപയോഗപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതാണ് പദ്ധതി. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വാർഡ് മെമ്പർ മോനിഷ രജീഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണിവേല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. പറചുരിയൽ, പട്ടും താലിയും ചാർത്തൽ എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പുണ്ടായി. വിവിധ കരകളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വർണ്ണക്കാവടികൾ, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയും അകമ്പടിയായി. ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവാൾ എഴുന്നള്ളിപ്പ്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കുളം പ്രദക്ഷിണം ഉണ്ടായി. ക്ഷേത്രം മേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. 5ാം ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ കുന്നംകുളം സ്വദേശി പ്രവാസി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ നെൽസൺ ഐപ്പാണ് ജനുവരി 29 മുതൽ 31 വരെ നടക്കുന്ന 5ാം ലോക കേരള സഭയിൽ പ്രതിനിധിയായി പങ്കെടുക്കുന്നത്. ദുബായിൽ റോഡ്വേ എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉടമയും മധുരരാജ, മിസ്റ്റർ മരുമകൻ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ നെൽസൺ കഴിഞ്ഞ 35 വർഷത്തിലേറെയായി പ്രവാസ ജീവിതം നയിച്ചുവരികയാണ്. നാട്ടിലും വിദേശത്തും പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നെൽസൺ ഐപ്പ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. 1987 ടാക്സി ഡ്രൈവറായി പ്രവാസി ജീവിതം ആരംഭിച്ച നെൽസൺ പടിപടിയായി ജീവിതത്തിൽ പുതിയ പാതകൾ വെട്ടിത്തെളിച്ചാണ് ട്രാൻസ്പോർട്ട് ബിസിനസ് രംഗത്തേക്കെത്തിയത്. നിരന്തരമായ പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും വ്യവസായ ശൃംഖല പടുത്തുയർത്തിയ വ്യക്തിത്വമാണ് നെൽസൺ ഐപ്പിന്റേത്. കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യം കൂടിയാണ് അദ്ദേഹം. ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ തികഞ്ഞ സന്തോഷമാണുള്ളതെന്ന് നെൽസൺ CCTVയോട് പറഞ്ഞു. പ്രവാസികളുടെ ക്ഷേമത്തിനായി സംഘടിപ്പിക്കുന്ന ലോക കേരള സഭയിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെക്കുറിച്ചും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ അധികകാലം എൻ്റെ ലൈഫ് പ്രവാസ ലോകത്തായിരുന്നു. ഇപ്പം നാട്ടിൽ അങ്ങനെ ഇടയ്ക്ക് നാട്ടിലും ഇടയ്ക്ക് ദുബായിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയത്. തികഞ്ഞ സംതൃപ്തിയോടുകൂടി നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും അവർക്ക് വേണ്ടി ശബ്ദിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. പ്രവാസികൾ ഇവിടെ വന്നാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ നമുക്ക് ഫാസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഉന്നയിക്കും. അതുപോലെ ഏറ്റവും നമുക്ക് ദുരിതം അനുഭവിക്കുന്നത് ഫ്ലൈറ്റ് യാത്ര ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് എന്തെങ്കിലും ഒരു മാർഗം, എനിക്ക് ഒരു സൊല്യൂഷനൊക്കെ ഉണ്ട്. ആ സൊല്യൂഷൻ CM ഇരിക്കുന്ന വേദിയിൽ പറയാൻ കിട്ടിയാൽ ഞാനത് എന്തായാലും പ്രവാസികൾക്ക് വേണ്ടി അവതരിപ്പിക്കും.
നാട്ടിലെ സാധാരണ ഡ്രൈവറിൽ നിന്നും ദുബായിൽ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത നെൽസന്റെ നിശ്ചയദാർഢ്യത്തിനുള്ള അംഗീകാരം കൂടിയാണ് 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കുന്ന 5ാം ലോക കേരള സഭയിൽ പ്രതിനിധിയായി പങ്കെടുക്കാനുള്ള അവസരം. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിന്റെ 106ാമത് വാർഷികാഘോഷം എമിനൻസ് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോ മേരി തേർമഠം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 25 വർഷത്തിലധികമായി സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ഗീതാ മോഹനനെ ചടങ്ങിൽ ആദരിച്ചു. 31ാം വാർഡ് കൌൺസിലർ രജി സതീശൻ, സ്കൂളിലെ മുൻ പ്രധാനാധ്യാപിക P. ജെസി ജോസഫ്, സെന്റ് ലൂസിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാനി, SKD PTA പ്രസിഡന്റ് P. A. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞമനേങ്ങാട് ചക്കിത്തറയിൽ 56-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അരഞ്ഞാളിയിൽ ഉണ്ണികൃഷ്ണൻ ഭാര്യ രാജേശ്വരിയാണ് മരിച്ചത്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ രാവിലെ 8:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വടക്കേക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. ശ്രീജിത്ത്, ശ്രുതി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിക്കുന്ന നീന്തൽക്കുളത്തിന്റെ തറക്കല്ലിടലും നാരീദീപം പദ്ധതിയുടെ ഉദ്ഘാടനവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ക്ലബ് അങ്കണത്തിൽ 35 ലക്ഷം രൂപ ചെലവിട്ടാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. കിടപ്പിലായ സ്ത്രീകൾക്ക് 2000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് നാരീദീപം പദ്ധതി. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ് അംഗങ്ങളായ ആന്റോ തോമസ്, KV ശശി, ജോയ് ചെറിയാൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, ട്രഷറർ ജോബി വാഴപ്പിള്ളി, വാർഡ് കൌൺസിലർ എറിൻ ആന്റണി, സ്ഥാപക പ്രസിഡന്റ് ജോർജ് തരകൻ, ചാരിറ്റി കൺവീനർ ബാബു M. വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റിന്റെ 34ാമത് വാർഷിക സമ്മേളനം ചിറളയം SSCO ഹാളിൽ നടന്നു. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. സോമശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി P. സരസ്വതി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് M. A. വേലായുധൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT. ശ്രീനിവാസൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ CM. ഡാർലി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CJ. ജോബുരാജ് ബ്ലോക്ക് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M. K. സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം KG. പാറുക്കുട്ടി, യൂണിറ്റ് രക്ഷാധികാരി P. A. മണി, സെന്റർ യൂണിറ്റ് സെക്രട്ടറി KK. മുഹമ്മദ് ഉണ്ണി, സൌത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR. അബി തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KM. സൂസന്ന ടീച്ചർ സമ്മേളന പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി M. A. വേലായുധൻ പ്രസിഡന്റ്, KM. സൂസന്ന സെക്രട്ടറി, CM. ഡാർലി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. T. രാജഗോപാൽ വരണാധികാരിയായിരുന്നു. സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് TK. രവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TK. ജാനകി നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഉണ്ടായി. പുന്നേർകുളം കുണ്ടനി ശ്രീധണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ജനുവരി 28 ബുധനാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശീധരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തി പ്രഭാകരൻ ആറ്റുപുറം സഹകാർമ്മികനായി. തുടർന്ന് കലശം ആടൽ, കുണ്ടിക സമർപ്പണം എന്നിവയും ഉണ്ടായി. കുണ്ടനിയുടെ നേതൃത്വത്തിൽ പ്രസാദവും ഉണ്ടായിരുന്നു. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഗോവിന്ദപുരം നാരായണീയ പാരായണ സമിതിയുടെ നാരായണീയ പാരായണവും ഉണ്ടായി. നിറമാല മേളത്തോടുകൂടി ചുറ്റുവിളക്ക് എന്നിവയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദണ്ഡ് ചുടലും നടന്നു. ചെയർമാൻ CK. ഷൺമുഖൻ, പ്രസിഡന്റ് KM. പ്രകാശൻ, സെക്രട്ടറി MG. സന്തോഷ്, ട്രഷറർ CV. പ്രസാദ്, മാതൃസമിതി പ്രസിഡന്റ് സുരേഷ് തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഈ വർഷത്തെ വേല മഹോത്സവം ഫെബ്രുവരി 1 കൊടിയേറ്റം നടത്തി 7 രാവിലെ മഹോത്സവത്തോടെ സമാപിക്കും. പറക്കാട് കലാദീപം ലൈബ്രറിയിൽ അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി PG. സുബിദാസ് അക്ഷരക്കരോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അക്ഷരക്കരോളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് PG. സുബിദാസ് പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് രേഖ സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി. സെക്രട്ടറി PS. സുഷീർ വിശദീകരണം നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനികളുടെയും സാഹിത്യകാരന്മാരുടെയും വേഷവിധാനത്തോടും വാദ്യാഘോഷങ്ങളോടും കൂടി കുട്ടികൾ സമീപത്തെ വീടുകൾ സന്ദർശിച്ചു.
GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും കായിക പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ക്ലബ് ഹൌസിൽ നടന്ന ചടങ്ങിൽ തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് ഭാരവാഹികൾ ജനപ്രതിനിധികൾക്ക് ആദരം നൽകി. കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ ഉപഹാരങ്ങൾ നൽകി. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയയപ്പ് യോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ സ്കൂൾ ടീമിന്റെ പഞ്ചവാദ്യത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. അതിനെതിരെ പഞ്ചമിയുടെ കയ്യും പിടിച്ച് ഊരൂട്ട് സ്കൂളിന്റെ കൈപ്പിടിച്ച് കയറിപ്പോയ കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രമുഖരിൽ ഒരാളായിട്ടുള്ള അയ്യങ്കാളി പഞ്ചമിയെ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് കടന്നുപോയത്. അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ പൂർണ്ണ അർത്ഥത്തിൽ പഞ്ചമിയെ സ്വീകരിക്കുകയല്ല ചെയ്തത്. സ്കൂളിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസ്പൃശ്യരായി നിൽക്കുന്നവർക്ക് കടന്നു വരാൻ അവകാശമില്ലാതിരുന്നൊരു കാലത്ത് അങ്ങനെ കടന്നു വന്നത് തെറ്റായി പോയി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട് സ്കൂൾ കത്തിക്കുകയാണ് രാത്രി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KV വൃന്ദ ടീച്ചറെയും അപ്പർ പ്രൈമറി അധ്യാപിക PV ദീപ ടീച്ചറെയും ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു A ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപിക NK കാവ്യ, PV ദീപ എന്നിവരെയും പരിശീലകരെയും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലിം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, PTA പ്രസിഡന്റ് VK മോഹനൻ, ശതോത്തര രജത ജൂബിലി കൺവീനർ KA ശക്തിധരൻ, ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് പരിസ്ഥിതി പ്രവർത്തകനും മികച്ച കർഷകനുമായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി നൽകുന്ന മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ എന്നീ ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സദസ്സ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി നിയമവിദ്യാർത്ഥി KK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി കൺവീനർ EK മണികണ്ഠൻ, KC നിമേഷ്, കാവ്യ KR, സുജിത, അനിത മണികണ്ഠൻ എന്നിവർ വിഷയാവതരണം നടത്തി. TS സുബ്രഹ്മണ്യൻ, KK പ്രഭാകരൻ, അനാമിക, അനുരാഗ് എന്നിവർ നേതൃത്വം നൽകി. CPIMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPIM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നടീൽ ഉത്സവം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ M ബാലാജി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാഗേഷ്, കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ ജംഷീറ ഷിഹാബ്, വാർഡ് മെമ്പർ UV ഗിരീഷ്, വെള്ളറക്കാട് ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഞമ്മനേങ്ങാട് കാവീട്ടിൽ പൂളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം സമാപിച്ചു. ആദ്യ ദിവസം വൈകിട്ട് ദീപാരാധന, കളമെഴുത്ത്, കളംപൂജ, അത്താഴപൂജ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, രാത്രി 7 മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികളും വീരനാട്യവും ഉണ്ടായി. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക്
കീർത്തിശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തോറ്റംപാട്ട്, ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിറ, തെയ്യം, കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ എഴുന്നള്ളിപ്പുണ്ടായി. അഞ്ഞൂർ സെന്ററിൽ സംഗമിച്ച് നമ്പീശൻപടി വഴി ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് 5-ന് പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ദീപാരാധന, തൃശൂർ ജനനയന അവതരിപ്പിച്ച ഫോക്ക് ഈവ എന്നിവയും ഉണ്ടായി. കെ.എ. പുഷ്കരൻ, പി.കെ. സജീവൻ, പി.എം. ബിജു, പി.ആർ. പ്രഭാത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം അമ്മമാർക്ക് പെൻഷൻ നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകൻ ലിജിത്ത് തരകൻ, സിസ്റ്റർ റോസ്ലിൻ, എഴുത്തുകാരി സീമ നീലേഷ്, ബാലൻ വാറനാട്ട്, വരുണൻ കൊപ്പര, മാർട്ടിൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MP ഫ്രാൻസിസ് അധ്യക്ഷനായി. ഡോക്ടർ ശ്രീലക്ഷ്മി ഗോപാലകൃഷ്ണൻ, നിത്യ ശ്രീറാം എന്നിവർ വാർദ്ധക്യകാല ആരോഗ്യ പരിചരണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കെ കാളിക്കുട്ടി, അഡ്വക്കേറ്റ് TR നാരായണൻ നായർ, അജിത ജയരാജൻ, അബൂബക്കർ മാസ്റ്റർ, CI രാജൻ, PA ഉഷാകുമാരി, MJ അഗസ്റ്റിൻ, പ്രേംസി മുകുന്ദ്, അൽഫോൺസ ഫ്രാൻസിസ്, MM രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കവി BVA ബക്കർ രചിച്ച യാത്ര കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പുന്നയൂർക്കുളത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും ഡോക്യുമെന്ററി സംവിധായകനുമായ റഫീഖ് പട്ടേരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഓക്സിജൻ ബുക്സാണ് സമാഹാരത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. കുന്നംകുളം പിസാറ്റ് കോളേജും തൃശൂർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ PK സുനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലീന സുനിൽ അധ്യക്ഷത വഹിച്ചു. റെറ്റിന പരിശോധന, തിമിര രോഗനിർണയം എന്നിവ ക്യാമ്പിൽ നടത്തി. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും റാണി മേനോൻ ഹോസ്പിറ്റലിന്റെ ഫാമിലി ഹെൽത്ത് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തു. റാണി മേനോൻ ഹോസ്പിറ്റൽ PRO സുജിത്, അക്കാഡമിക് ഹെഡ് കീർത്തന, HOD മൃദുല, നിഖിൽ എന്നിവർ സംസാരിച്ചു. റാണി മേനോൻ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഒപ്റ്റോമെട്രി സ്റ്റാഫുകൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ 10-ന് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1:30 സമാപിച്ചു. കോളേജും ഡോക്ടേഴ്സ് റാണി മേനോൻ മാക്സ് വിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ നമ്മുടെ പിസാറ്റ് ക്യാമ്പസിൽ നടക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് റെറ്റിന അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ തിമിര ശസ്ത്രക്രിയയുടെ അത് പരിശോധനയാണ്. അതിൻ്റെ ഒരു ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് തിമിരത്തിൻ്റെ ഒരു വരുന്നില്ല. അതേസമയം ഈ റെറ്റിനയുടെ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളോ എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അസുഖം എന്താണെന്നുള്ള മുൻകൂട്ടി കണ്ടുപിടിക്കലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്ക് റാണി മേനോൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ വരുന്ന കുട്ടികൾക്കൊക്കെ ഇവർ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ആ കാർഡ് ഉണ്ടായിക്കഴിഞ്ഞ് അവർക്ക് അവിടെ മറ്റുള്ള ഇവരുടെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,315 രൂപ, പവന് 1,22,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 383 രൂപ. ചരമം പഴഞ്ഞി പെരുന്തുരുത്തി നെല്ലിക്കൽ വീട്ടിൽ ശിവരാജൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ലതിക ഭാര്യയും രതീഷ്, രശ്മി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ 8 മണിയോടെ ചാവക്കാട് ടൗണിൽ നിന്ന് പ്രജ്യോതിയുടെ കാഴ്ചയോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് പള്ളി അങ്കണത്തിലെത്തും. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പ് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.